അതെ. ക്യാപ്റ്റൻ, നിരവധി സംശയങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് കേട്ടോ. നിങ്ങളെപ്പോലുള്ള ഏവിയേഷൻ മേഖലയിലുള്ള എക്സ്പേർട്സാണ് ഇതിനൊക്കെ മറുപടി നൽകേണ്ടത്. മാത്രമല്ല, നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട, അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് പറഞ്ഞൊരു കാര്യം, ടേക്ക് ഓഫ് സമയത്ത് വലിയൊരു ശബ്ദം കേട്ടു. എന്തായിരിക്കാം ആ ശബ്ദത്തിന് അടിസ്ഥാനം, ആധാരം? എന്റെ അഭിപ്രായത്തിൽ ഇത് ബേർഡ് ഹിറ്റ് എന്ന് തന്നെ തോന്നുന്നു. കാരണം അല്ലാതെ ഇത് ലോങ് ഫ്ലൈറ്റ് ആകുമ്പോൾ വളരെയധികം ചെക്കപ്പ് ചെയ്തിട്ടാണ്. അല്ലാതെ എയർ ഇന്ത്യ വെൽ മെയിൻറ്റൈൻഡ് എയർക്രാഫ്റ്റ് ആണ് മിക്കവാറും ഉള്ളത്. നമ്മൾ ഈ പെയിന്റും സീറ്റേ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇത് 10 years എന്ന് പറയുമ്പോൾ നത്തിങ് ഫോർ ദീസ് കൈൻഡ് ഓഫ് എയർക്രാഫ്റ്റ്. എന്തെന്ന് പറഞ്ഞാൽ 787 ഈസ് വെരി ഗുഡ് എയർക്രാഫ്റ്റ്. ഇതുവരെ ഒരു ഇൻസിഡന്റ് പോലും ഉണ്ട്. പൊതുവെ പൈലറ്റുമാരെല്ലാം പ്രിഫർ ചെയ്യുന്നത് ബോയിങ് എയർക്രാഫ്റ്റ് ആണ്. എയർബസും മറ്റേ എംബ്രായറിനേക്കാളൊക്കെ നല്ലത്. ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് ഈ എയർബസ് 320, 300 ഇതൊക്കെ വാങ്ങുന്നത്, എല്ലാ എയർലൈനുകാർ വാങ്ങുന്നത്. ഏറ്റവും നല്ല ഫ്ലൈ ചെയ്യാനും ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ബോയിങ് ആണ്. ബോയിങ് 787 ഇസ് വെരി ഗുഡ് എയർക്രാഫ്റ്റ്. പക്ഷേ ക്യാപ്റ്റൻ, ഈ സീരീസിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് ആ മാനുഫാക്ചറിങ് ഈ ഭാരതത്തിന്, ക്യാപ്റ്റൻ ഒരു നിമിഷം, ഭാരതത്തിന് കൈമാറിയ ഈ 7 ഈ ബോയിങ് വിമാനങ്ങളിൽ എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് എന്ന് അവിടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയ, പരിശോധന നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയും ആ ഉദ്യോഗസ്ഥനെ അതിനുശേഷം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് നാഷണൽ മീഡിയയിൽ മാത്രമല്ല, ഇൻ്റർനാഷണൽ മീഡിയയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അന്നേ ഇതിനൊക്കെ ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ഈ ക്വാളിറ്റി കൺട്രോൾ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാനത് ഡോക്ടർ നുസ്രത്തിന് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചും പോയി. ഉടനെ തന്നെ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയും ചെയ്തു. അന്ന് ഈ ഡിഫക്ട്സ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചാണ്. താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം, ബോയിങ്ങിന് അങ്ങനെ വലിയ കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഭാരതത്തിന് കൈമാറിയ ഈ 7 ബോയിങ് വിമാനങ്ങൾക്ക് എന്തൊക്കെയോ അപാകതകൾ ഉണ്ട്, ന്യൂനതകളുണ്ട് എന്ന് ആ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതെ, അത് പറയുന്നത് എന്തെന്ന് പറയുക, ഫിക്സിങ്ങിന്റെ സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് വരും. അതൊന്നും ഉണ്ടാകാൻ പാടില്ല. കംപ്ലീറ്റ് ചെയ്യുന്നത് മെഷീനറീസ് ആണ്, അല്ലാതെ റോബോട്ട്സും ഇതൊക്കെയാണ്. എല്ലാ ബൈ ഹാൻഡ് അല്ല പൊതുവെ ചെയ്യുന്നത് എല്ലാ എയർക്രാഫ്റ്റും. അത് അപ്പൊ അത്ര പെർഫെക്ഷൻ വേണം. അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ എന്തായി പോകുന്ന പറഞ്ഞാൽ ഈ ഭയങ്കര ബ്ലോ ഉണ്ടാവും. എയർ ഇതിന്റെ ഇടയിൽ കൂടിയല്ലേ പോകുന്നത്. അത് ബ്ലോ ഉണ്ടാകുമ്പോൾ ബ്ലോ അപ്പ് ആയി പോകും. അല്ലാതെ വലിയ ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്ന തന്നെ. അല്ലാതെ ഇതൊരു ഇൻസിഡന്റ് ആയിപ്പോയെന്നല്ലാതെ ഇത് ഐ ഡോണ്ട് തിങ്ക് സോ. ഈ എയർ ഇന്ത്യ വെൽ മെയിൻറ്റൈൻഡ്. ഞാൻ ഇപ്പോഴും പറയുന്നു, മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാകുമ്പോഴും ഇപ്പോഴും വെരി വെൽ മെയിൻറ്റൈൻഡ്. നമ്മൾ ഈ പെയിന്റും സീറ്റും ഇതൊക്കെയാണ് നോക്കുന്നത്. ചിലപ്പോ വെള്ളം ലീക്കാകുന്നുണ്ടാവും, അതൊക്കെ നോക്കുന്നുള്ളൂ. പ്രൈവറ്റ് എയർലൈൻ അങ്ങനെയല്ല. അവര് ഈ ഓൾട്ടർനേറ്റ് ഫ്യൂൽ എടുക്കാതെ വരെ പോകുന്ന ചില വലിയ എയർലൈൻ ഇന്ത്യയിലുണ്ട്. അത് വേറൊരു നാട്ടിലും ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു പറ്റത്തുമില്ല. ദേ വിൽ നോട്ട് അലോ. ഇപ്പോ കൊച്ചിൻ ബോംബെ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് അഹമ്മദാബാദ് ഉണ്ടാവും, അല്ലെങ്കിൽ പൂനെ ഉണ്ടാവും. പൂനെയിലല്ല ഇവർ പോകുന്നത്. ആ ഫ്യൂല് കറക്റ്റ് ബോംബെക്കുള്ള ലോഡ് എടുക്കാൻ വേണ്ടി, പാസഞ്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ പ്രൈവറ്റ് എയർലൈൻ. ഈ എയർ ഇന്ത്യ നെവർ ഡു ദാറ്റ്. പിന്നൊന്ന്, ഇത് ഈ എയർപോർട്ടിന്റെ ഉള്ള എബോവ് സീ ലെവൽ 180 ഫീറ്റിലാണ് അഹമ്മദാബാദ് എയർപോർട്ട് ഉള്ളത്. അവിടുന്ന് 600 ഫീറ്റ് എന്ന് പറയുമ്പോൾ ആകെ 400 ഫീറ്റ് ഇത് എബോവ് സീ ലെവലിലായിട്ട് MSL ആയിട്ടുള്ളൂ. പിന്നെ 2000 ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ട്രൈ ടു കം ബാക്ക് ആൻഡ് ലാൻഡ് അഗൈൻ. അത്രയൊന്നും ഒരു സമയം കിട്ടിയില്ല ഈ പൈലറ്റ്സിന്. പിന്നെ ഇത് വെരി എക്സ്പീരിയൻസ് പൈലറ്റ് ആണ്. ഓൾമോസ്റ്റ് 10,000 to 15,000 അവേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് സെറ്റ് പൈലറ്റ് ആണ്. സെറ്റ് പൈലറ്റ് ഒക്കെ ആണെങ്കിൽ ആവണമെങ്കിൽ നല്ല എക്സ്പീരിയൻസിന്റെ ആളെ ആയിരിക്കും. അല്ലാതെ സെറ്റ് പൈലറ്റും ഇൻസ്ട്രക്ടർ, അതിന്റെ മുകളിൽ എക്സാമിനർ, ഇതെല്ലാം ആണെങ്കിൽ വെരി എക്സ്പീരിയൻസ് പൈലറ്റ്സ് ആണ്. അല്ല ക്യാപ്റ്റൻ, എല്ലാ പരിശോധനകളും നടത്തിയ ശേഷമല്ലേ ഒരു വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കുന്നത് അല്ലേ? അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഡ്രീം ലൈനർ ടേക്ക് ഓഫിലേക്ക് പോയത്. അപ്പോൾ ഈ പൊടുന്നനെ എങ്ങനെയാണ് തകരാറുകൾ കടന്നുകൂടിയത്? അതിൽ പൊടുന്നനെ
ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വലിയ ഹെവി എഞ്ചിനാണ് ഈ 787ന്റെ. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പവർ ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പൻ സക്ക് ചെയ്യും. ഇതിന്റെ ഇടയിൽ ബോംബെയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അത് വലിയ ഇത് അങ്ങനെ സക്ക് ചെയ്തിരുന്നു. ഒരു മനുഷ്യ ഒരു ഐ ഡോണ്ട് നോ സം ബോയ്സ് എന്തോ മെയിൻ്റെനൻസ് ആൾക്കാർ ഈ ക്യാപ്റ്റൻ കണ്ടില്ല. ക്യാപ്റ്റനെ ഒന്നും കാണില്ല, മുകളിൽ ഇരുന്നാൽ ജസ്റ്റ് ഒരു 10 മീറ്റർ അപ്പുറത്തുള്ളതേ കാണത്തുള്ളൂ. അല്ല അടുത്തുള്ള ഒന്നും കാണത്തില്ല. അതെല്ലാം റേഡിയോട് താഴ്ന്ന് പറയണം. പുഷ് ബാക്കും റെഡി ഫോർ ടേക്ക് ഓഫ് അതൊക്കെ റിക്വസ്റ്റ് ചെയ്ത് അവര് ATC എല്ലാം കാണാം. ATC പെർമിഷൻ തന്നതിന്റെ ഒരു പുഷ് ബാക്ക് ചെയ്യത്തുള്ളൂ. അതെല്ലാം റേഡിയോയില് ഇതൊരു മിസ്റ്റേക്കില് ബോംബെയിൽ ഇത് സക്ക് ചെയ്ത് ഇത് ചിലപ്പോ ചെറിയ ബേർഡ്സ് ആയാലും മതി, ഇത് അങ്ങനെ പുള്ളി ചെയ്താ ഇതാകുന്നതാണ്, ഫ്ലെയിം വരും. പിന്നെ ഇൻസിഡന്റ്ലി ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഒരു വലിയൊരു ആക്ടറാണ്. അയാൾ പുതിയൊരു വണ്ടി ഡെലിവറി എടുക്കുമ്പോ ഇവിടെ ബോംബെയിലെ നവനീത് മോട്ടോഴ്സിന് ഞങ്ങൾ ആദ്യം തന്നെ ആ വണ്ടിയിൽ റോൾസ് റോയ്സ് ആണ്, അത് പോകുമ്പോൾ ടയർ പഞ്ചറായി. ഇതെല്ലാം ഒരു മിറാക്കിൾ എന്താ പറയുന്നത്. ഇത് അതേപോലെ ഇതൊരു ഇൻസിഡന്റ് ആയതാണ്. അല്ലാതെ നമ്മള് എയർ ഇന്ത്യനെ ബ്ലെയിം ചെയ്യലോ അല്ലെങ്കിൽ എയർ ഇന്ത്യ വെരി വെൽ മെയിൻറ്റൈൻഡ്. അതർ എഞ്ചിൻ ആൻഡ് അതർ തിങ്സ് ആർ വെരി വെൽ മെയിൻറ്റൈൻഡ്. പിന്നെ ടോപ്പ് 10 എയർലൈനിൽ ഇന്ത്യയിൽ എയർ ഇന്ത്യ ഉണ്ട് വേൾഡില്. അത്ര മോശമൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. പ്രൈവറ്റ് എയർലൈൻസ് അങ്ങനെയല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഈ 10 മിനിറ്റ് നമ്മൾ നോക്കൂ, ഇപ്പോൾ 10 മിനിറ്റ് ബിഫോർ ലാൻഡിങ് അത് എങ്ങനെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യുന്ന ILS ഡിസിഷൻ ആയിട്ട് പോലും കവർ ചെയ്യാതെ അവർ കൊണ്ടുപോയി. ഇതിന്റെ ഇടയിൽ ഒരു കൊച്ചിൻ്റെ ഒരു ഇൻസിഡന്റ് ആയതറിയോ? ഇങ്ങനെ ഒരു 10-15 ഡിഗ്രി വരെ ടേൺ ചെയ്യാൻ പാടുള്ളൂ. ഒരു 45 ഡിഗ്രി ടേൺ എടുത്തിട്ട് പോകുമ്പോ വിങ്സ് ടച്ച് ആയി. അതെന്തോ ഇതൊരു ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല, അല്ലെങ്കിൽ അന്നും ക്രാഷ് ആണ്ടതാണ്. അത് പ്രൈവറ്റ് എയർലൈൻ ആകുമ്പോൾ അവർ എങ്ങനെയെങ്കിലും മൂടി വെക്കുന്നു. ഈ ടാറ്റാസിന്റെ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണ്. അത് ഒരു വിധത്തിൽ അവര് എന്തെങ്കിലും ഒരു തകരാറുണ്ടായാലും പോലും അവര് ചെയ്യില്ല. ഇത് 100% ഓക്കെ ആയതിനു ശേഷമാണ് ടേക്ക് ഓഫ് ആയത്. പിന്നെ ഇത് എന്ത് സംഭവിച്ചെന്നുള്ളത് എനിക്ക് തോന്നുന്ന ഈ എന്റെ അഭിപ്രായം തകർക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ശക്തികൾ അതല്ലേ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. എയർ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, പുറത്തു നിന്നോ അകത്തു നിന്നോ? അതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. ഉണ്ടാവാൻ എനിക്ക് വളരെ ഡൗട്ട്ഫുൾ ആണ്. ഇതിന്റെ അങ്ങനെയല്ല ചെക്ക് ചെയ്ത് ഇതൊരു ഇൻസിഡന്റില് ക്യാപ്റ്റൻ ഈ മെയിൻ്റനൻസിലെ ഒരു ജീവനക്കാരൻ വിചാരിച്ചാൽ അപകടം ഉണ്ടാക്കാലോ അല്ലെ? ഒരാൾ അല്ലെ 3 സെറ്റ് എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാണ് ക്യാപ്റ്റൻ സൈൻ ചെയ്യത്തുള്ളൂ. ക്യാപ്റ്റന് ഒരു റൗണ്ട് ഇങ്ങനെ നോക്കുന്നല്ലാതെ ടയർ ഉണ്ടോ ഇത് എല്ലാം നോക്കാനുള്ള ക്യാപ്റ്റന് നോക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. 1 hour ബിഫോർ ഷെഡ്യൂളിന് 1 hour ബിഫോർ അവര് കോക്പിറ്റിലെത്തണം. അതാണ് DGCന്റെ ആസ് പെർ ദ റൂൾ. അല്ലാതെ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ അറിയത്തുമില്ല. ടയർ നല്ലതാണോ ഇപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ ഒരു കാർ ഓടിക്കുന്നില്ല അതേപോലെ ജസ്റ്റ് നോക്കുക. എന്നാൽ നമ്മൾ വി ഷുഡ് ബി വെരി കൺസേൺ. ഞാൻ അങ്ങനെയാണ്, വളരെ കൺസേൺ ആയിട്ടാണ്. ഒരു പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ആയിപ്പോയിരുന്നു. മൾട്ടി എഞ്ചിനും US-ലായിരുന്നു ഫ്ലൈ ചെയ്യുന്നുണ്ടായത്. 2 എഞ്ചിനും ഇതേപോലെ പെട്ടെന്ന് ഈ സമയദോഷം വരുമ്പോ എല്ലാം ഒരുമിച്ചാ വരല്. റെയിൻ സ്റ്റാർട്ടായി ഭയങ്കര. പിന്നെ ഈ പവർ ലൈനിലും ക്രോസ് ചെയ്യും. പവർ ലൈൻ ഉണ്ടല്ലോ, ഈ കമ്പി, ഇലക്ട്രിക് കമ്പി, അതിന്റെ മുകളിലെല്ലാം പെട്ടെന്ന് സക്ക് ചെയ്യും. ഈ പവർ ഉണ്ടാകുമ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറെ കൂടുതലാണ്. പിന്നെ ഇതിനൊന്നും ടൈം കിട്ടിയില്ല ഇവർക്ക്. ഇത് 400 ഫീറ്റ് എബോവ് സീ ലെവൽ. ഒരു 2000 ഫീറ്റ് ആണെങ്കിൽ വി കൻ ട്രൈ ടു കം ബാക്ക് ഒരു എഞ്ചിനില് അങ്ങനെ എന്തെങ്കിലും. ഇത് അതും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫുള്ളി ലോഡഡ് ആണ്. 85 ടൺ ഫ്യൂൽ എന്ന് പറയുമ്പോൾ 8 ട്രക്ക് ഫ്യൂലായി. 85-100 ടൺ ഓൾമോസ്റ്റ് ഫ്യൂൽ ഉള്ളത്. പിന്നെ ഈ പാസഞ്ചേഴ്സ് ഗാലി അത് ഇതൊക്കെ ആകുമ്പോൾ 10 hours ഫ്ലൈറ്റ് ആണ് ഇത് ഉള്ളത്. അപ്പൊ ഇതിനൊക്കെ കണക്കായിട്ടാണ് ഇവര് ഞങ്ങൾ പൊതുവെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. ഒരു കാര്യം കൂടി, നേരത്തെ താങ്കൾ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞു ബേർഡ് ഹിറ്റ് ആവാനാണ് സാധ്യത എന്ന്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ദൃശ്യങ്ങളിൽ പക്ഷികളെ ഒന്നും കാണുന്നില്ല. പക്ഷേ പക്ഷി ശല്യമുള്ള ഒരു സ്ഥലമാണ് ആ മേഖല എന്ന് ക്യാപ്റ്റന്മാരും ഈ ഏവിയേഷൻ മേഖലയിലുള്ളവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ബേർഡ് ഹിറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ എന്താണ് കാരണം?
ബേർഡ് ഹിറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. പൈലറ്റ്സിന്റെ ഒപ്പീനിയൻ അതാണ്. അല്ലാതെ എന്തും ഈ പടച്ചവന്റെ മുകളിലുള്ളത് അത് ആർക്ക് എന്ത് നമ്മളൊരു ടയർ പഞ്ചറായി ഒരു 100 സ്പീഡിൽ ടയർ പഞ്ചറായ വണ്ടി എന്താവും? അതേപോലെ ഇതെല്ലാം ഒരു 350-400 കിലോമീറ്റർ 350 കിലോമീറ്റർ സ്പീഡിലാണ് ടേക്ക് ഓഫ് ആകുന്നത് ഏകദേശം. ഇത് ഫുള്ളി ലോഡഡ്. അതൊന്നും മനസ്സിലാക്കണം. ഒന്നും ചെയ്യാം. പൈലറ്റിനെ ഒന്ന് മേടെ ആക്കുമ്പോഴേക്കും ഇത് പിന്നെ ക്ലോസ് ടു ദ ഗ്രൗണ്ട് സ്റ്റോൾ ആയിട്ടുണ്ടാവും. സ്റ്റോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു 300 knots എല്ലാം. അല്ലെങ്കിൽ അത് പിന്നെ നമ്മുടെ കൺട്രോളല്ല. പണ്ട് രാജീവ് ഗാന്ധിന്റെ ബ്രദർ ആക്സിഡന്റ് ആയത് അതേപോലെ. ഇത് ഒരു നല്ല ഹൈറ്റിൽ പോയാൽ സ്റ്റോളൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഇയാളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 3000 feet വരെ പോയില്ല. 2000 സംതിങ്. പക്ഷേ ക്യാപ്റ്റൻ, ദാറ്റ് വാസ് ഐഡന്റിഫൈഡ്. ദർ വാസ് സംതിങ് മിസ്റ്റേക്ക് ഇൻ ദാറ്റ് എയർക്രാഫ്റ്റ് എന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. സംബഡി പ്ലേഡ് സംതിങ് ടു ഫോൾ പ്ലേ ഓൺ ഹിസ് ലൈഫ്. സഞ്ജയ് ഗാന്ധി തീരണം എന്നുള്ള ആവശ്യമുള്ള ആരോ ചെയ്തിട്ടുണ്ട് എന്നുള്ള അഗൈൻ അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. സഞ്ജയ് ഗാന്ധിയോട് ആദ്യം പറഞ്ഞിരുന്നു ക്യാപ്റ്റൻ സതീഷ് ശർമ്മ, സി യു സർട്ടൻ ഹൈറ്റ് യു മെയിൻറ്റെയിൻ, then automatically you can recover. അത് ഈ എയർക്രാഫ്റ്റിലാണെങ്കിലും പറ്റും. ഒരു 15,000 ഫീറ്റിലാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും ആകത്തില്ല. ഇത് വളരെ വെരി ക്ലോസ് ടു ദി ഗ്രൗണ്ട്. 600 feet എന്ന് പറഞ്ഞാൽ എബോവ് സീ ലെവലാണ്. ഈ 180 feet ആണ് അഹമ്മദാബാദ് എയർപോർട്ട് സീ ലെവലിന്, MSL എന്ന് അറിയും, മീൻ സീ ലെവൽ. അത് കഴിഞ്ഞിട്ട് 2000 സേഫ് ഫ്ലൈറ്റ് ലെവലാണ് 2000 feet. അവിടെ 2000 feet എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ കുറച്ചൊരു സംസാരിക്കാനും എല്ലാത്തിനും ടൈം കിട്ടുമായിരുന്നു. ഈ ഡിഡ്ന്റ് ഗോട്ട് എനി ടൈം ക്യാപ്റ്റന്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ക്യാപ്റ്റനുമാണ്. ബോംബെ ബേസ്ഡ് ആണ്. ബോംബെന്ന് ഫുൾ മെയിൻ്റെനൻസും കഴിഞ്ഞിട്ട് പോയ എയർക്രാഫ്റ്റ് ആണിത്. അല്ലാതെ അവിടെ ബേസ് ഒന്നുമില്ല അഹമ്മദാബാദില്. പിന്നെ ഈ ലോങ് ഫ്ലൈറ്റ് ആകുമ്പോൾ എല്ലാം ബോംബെയിൽ വന്ന് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് തെറോ ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഇത്. പിന്നെ ഇത് ഒരു മിറാക്കിൾ, ഇതൊരു ഇൻസിഡന്റ് ആണ്. അതൊക്കെ ഇരിക്കട്ടെ, ഈ വിശ്വാസം കേട്ട ഉഗ്രൻ ശബ്ദം എന്തായിരിക്കും? അത് ബേർഡ് ഹിറ്റ് ആകുമ്പോൾ ഇങ്ങനെയുള്ള സാധനം, അല്ലെങ്കിൽ സംതിങ് ഹിറ്റ് ഓൺ ദ എഞ്ചിൻ. നമ്മൾ ഇതല്ലാന്നൊന്നും പറയാൻ, ചെറിയ ബേർഡ്സ് എല്ലാം പെട്ടെന്ന് സക്ക് ചെയ്യും. ഇത് എന്ത് ഒരു മനുഷ്യനായാൽ പോലും സക്ക് ചെയ്യും. അത്രയും പവർഫുൾ ആണ് ഇത്. ഫുൾ പവർ ഇടാനേ പാടില്ല എന്നാണ്. അൺലെസ് അൺടിൽ ഇഫ് യു അലൈൻ എന്നറിയാം, സെൻട്രൽ ലൈൻ അലൈൻ ചെയ്തിട്ട് അല്ലാതെ ഫുൾ പവർ ഇടാൻ പാടില്ല. അല്ലാതെ ഇട്ടാൽ ഈ എഞ്ചിനിലേക്ക് ചില ആളുകളുണ്ടോ, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ, അത് അങ്ങനെ സക്ക് ചെയ്യും. ഇത് ദാറ്റ് മച്ച് പവർഫുൾ എഞ്ചിനാണ് 787. അത്രയും വലിയ എയർക്രാഫ്റ്റും ആണ്. 777 സം കംപ്ലൈന്റ്സ് ആദ്യം. അതല്ലേ മലേഷ്യൻ എയർലൈൻ്റെ ഒന്ന് ഇതായി പോയത്. ഇത് പൈലറ്റ് എററും ആണെന്ന് പറയാൻ കഴിയില്ല. അകത്തിരുന്നവർക്ക് കൃത്യമായിട്ട് അത് കേൾക്കാനാവും ഈ ശബ്ദം. ക്യാപ്റ്റനൊന്നും അറിയില്ല. ഇത് കോക്പിറ്റ് ഈസ് വെരി ഫാർ, ഒരു 10-20 മീറ്റർ അപ്പുറത്താണ് ഇത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ വിശ്വാസം എങ്ങനെ അത് കേട്ടു എന്നുള്ളതാണ്. അകത്തിരുന്നവർക്ക് ബീച്ചിന്റെ അടുത്താണെങ്കിൽ, എമർജൻസി ഡോറിന്റെ അടുത്തല്ലാണെങ്കിൽ കറക്റ്റ് കാണാനും പറ്റും. അല്ലാതെ ക്യാപ്റ്റൻ ഇത് ഈ അൾട്ടിമീറ്ററും സ്പീഡോമീറ്ററും എല്ലാം കണ്ടിട്ടല്ലാതെ ഒന്നും മനസ്സിലായില്ല. ഏത് പൊസിഷനിലുള്ള ഈ എയർക്രാഫ്റ്റ് ഇങ്ങനെയാ പോകുന്നത്, ഇത് ഇങ്ങനെയുണ്ടോ ഈ മീറ്റർ നോക്കാതെ അവർക്ക് ഒരു ഇതും അറിയില്ല. കാരണം ഇത് ഇങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നത് ആകാശം കാണുന്നു ഫ്രണ്ടില്, പിന്നെ ഒന്നും അങ്ങനെയൊന്നും കാണും. പിന്നെ 10,000 അത്ര ക്ലിയർ വെതർ ആണെങ്കിൽ താഴെ കാണും. ഇന്ത്യയിൽ കാണുന്നു പൊതുവെ. US-ലാണെങ്കിൽ ഇതൊന്നും കാണത്തേ ഇല്ല. എപ്പോഴും ബാഡ് വെതർ തന്നെ അവിടുത്തെ ഒരു വെതർ. ഇവിടെ നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഈ മൗണ്ട് എവറസ്റ്റ് എല്ലാം തടുക്കുന്നു. ഇപ്പോ എന്റെ കൂടെ പഠിച്ച എത്രയോ പൈലറ്റ്സ് ഇവിടെ കാഠ്മണ്ഡുവില്, അത് 2 minutes ടേൺ എന്ന് പറഞ്ഞാൽ 2 minutes എക്സാക്ട്ലി 2 minutes ഇപ്പോ ടൈം തരും. ഏത് എയർപോർട്ട് ലാൻഡ് ചെയ്യാൻ പോകുമ്പോ. അപ്പൊ സെൻട്രൽ ലൈൻ അലൈൻമെന്റ് ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ടേൺ അറൗണ്ട് ആക്കും. ടേൺ അറൗണ്ട് ഈ 2 minutes ടു മിനിറ്റ്സ് ഒരു 2:10 ആയി പോയ അപ്പം വിങ്സ് ഇതിനടിക്കും. അത് ഭയങ്കര ഡേഞ്ചറസ് എയർപോർട്ടാണ് കാഠ്മണ്ഡു, മാംഗ്ലൂർ, കാലിക്കറ്റ്. ഇതൊക്കെ ഷോർട്ട് റൺവേയും ഇമ്മീഡിയറ്റ്ലി യു അപ്ലൈ ദ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വൺസ് യു ടച്ച് ഡൗൺ യു കനോട്ട് ടേക്ക് ഓഫ്. ടച്ച് ഡൗൺ ആകുന്ന 10 feet ബിഫോർ യു കൻ
ഗോ അറൌണ്ട് സ്വിച്ച് പ്രസ് ചെയ്ത യു ക്യാൻ ടേക്ക് ഓഫ് ഓട്ടോമാറ്റിക്കലി. ഒരു പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടെൻഷനായിട്ടുള്ള നിമിഷങ്ങൾ ടേക്ക് ഓഫും അതുപോലെ ലാൻഡിങ്ങും ആണ് അല്ലേ? അത് ഏറ്റവും ടേക്ക് ഓഫ് അത്ര വലിയ ബുദ്ധിമുട്ടില്ല, ലാൻഡിംഗ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് റെയിനി സീസൺ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോ അത് ഷോർട്ട് റൺവേ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ലേയില് പോയി ഒരു ഇതേപോലെ 10 minutes ലേറ്റർ ടേൺ പാകിസ്ഥാൻ ബോർഡർ കഴിഞ്ഞു കശ്മീർ ലേയില്. അത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആണ്. അത് ഇങ്ങനെയല്ല, അത് വെടിവെച്ചിടുന്നത്. അവര് ബോർഡർ ക്രോസ് ചെയ്തു. നമുക്ക് പൈലറ്റ്മാർക്കും പാസഞ്ചേഴ്സിനും ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തരുന്നു ആദ്യം തന്നെ, ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് ടേൺ. അല്ലാതെ ക്യാപ്റ്റന് ഏത് പൊസിഷനിൽ എയർക്രാഫ്റ്റ് ഉണ്ടെന്ന് അറിയത്തേ ഇല്ല. അത് കോക്പിറ്റ് ഇതെല്ലാം നോക്കിയിട്ടല്ലാതെ അറിയത്തില്ല. പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ചെക്ക് പൈലറ്റാണ് ഇദ്ദേഹം, സുമിത് എന്ന് പറയുന്നത്. ബോംബെ ബേസ്ഡ് ആണ്, നല്ല വെൽ എക്സ്പീരിയൻസ്. അങ്ങനത്തെ വെൽ എക്സ്പീരിയൻസ്ഡേ ഉണ്ടാവും ഈ US-ഉം UK എല്ലാം. ലോങ് ട്രിപ്പിലെല്ലാം ഇങ്ങനെ തന്നെ പൈലറ്റ്സ് ആണ്. പിന്നെ 2 sets pilots are there. ഒന്ന് ക്രൂസ് പൈലറ്റ് ആയിരിക്കും, പിന്നെ ടേക്ക് ഓഫും ലാൻഡിങ്ങും വേറെ സെറ്റ് പൈലറ്റ് ആണ്. ഇത് 10-11 hours ഫ്ലൈറ്റും ആണ്.